ലോകകപ്പ് കഴിഞ്ഞു. താരങ്ങളെല്ലാം അടുത്ത ക്ലബ് സീസണിലേക്കുള്ള ഒരുക്കങ്ങളിലേക്കും കടന്നു. മേജർ ലീഗ് സോക്കർ പുതിയ സീസൺ ആരംഭിച്ചു കഴിഞ്ഞു. ലോകകപ്പിലെ ഫാൻ ഫൈറ്റ് ഒന്നടങ്ങിയെങ്കിലും അടുത്ത സജീവ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ആരാകും ഇത്തവണത്തെ ബാലൺ ഡിയോർ ജേതാവ്? റോഡ്രി, ഹാരി കെയ്ൻ, ലമീൻ യമാൽ, കിലിയൻ എംബാപ്പെ, ലയണൽ മെസ്സി തുടങ്ങിയവരിൽ നിന്ന് തന്നെയാകും ഇത്തവണത്തെ വിജയി ഉണ്ടാവുക. അതിൽ തന്നെ ലോകകപ്പിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ നേടിയ സ്പെയിൻ ക്യാപ്റ്റൻ റോഡ്രിയെ തേടി ഒരിക്കൽ കൂടി ബാലൺ ഡിയോർ എത്തിയാൽ അത്ഭുതപ്പെടേണ്ട. സ്പെയിനെ ലോക ചാമ്പ്യന്മാരാക്കുന്നതിൽ റോഡ്രി വഹിച്ച പങ്ക് വളരെ വലുതാണ്. കഴിഞ്ഞ സീസണിൽ പരിക്കിനെ തുടർന്ന് ക്ലബ് ഫുട്ബോളിൽ സിറ്റിക്കായി കുറേയധികം മത്സരങ്ങൾ റോഡ്രിക്ക് നഷ്ടമായിരുന്നു. 2024 റോഡ്രി ആയിരുന്നു ബാലൺ ഡിയോർ നേടിയത്. ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഹാരി കെയ്നാണ് പ്രവചനങ്ങളിൽ മുന്നിലുള്ള താരം. ബുണ്ടസ് ലീഗയിലെയും അതിനു മുൻപ് പ്രീമിയർ ലീഗിലെയും ഇടയ്ക്ക് ഇംഗ്ലണ്ട് ദേശീയ ടീമിനായും ഗോൾ സ്കോറിംഗ് റെക്കോർഡുകൾ പലകുറി തിരുത്തിയിട്ടും ഹാരി കെയ്നെ തേടി ബാലൺ ഡിയോർ എത്തിയിട്ടില്ല. ഇത്തവണ അതിനെല്ലാം അറുതിയാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സീസണിൽ ബയൺ മ്യൂണിക്കിനായി മിന്നുന്ന പ്രകടനമാണ് ഹാരി കെയ്ൻ നടത്തിയത്. 51 കളികളിൽ നിന്ന് നേടിയ 61 ഗോളുകൾ സീസണൽ റെക്കോർഡാണ്. ബുണ്ടസ് ലീഗയ്ക്ക് പുറമെ ജർമ്മൻ സൂപ്പർ കപ്പും ടീമിന് നേടിക്കൊടുത്തു. ബയണിനൊപ്പം നേടിയ കിരീടങ്ങൾ കെയ്ന് ബാലൺ ഡിയോർ നേടിക്കൊടുത്തേക്കുമെന്ന് കരുതുന്നവർ ഏറെയാണ്. എന്നാൽ ലോകകപ്പിൽ ടീമിനെ സെമി വരെ എത്തിക്കാനേ കെയ്ന് കഴിഞ്ഞുള്ളൂ. തുടക്കത്തിൽ മികച്ച പ്രകടനം നടത്തിയ കെയ്ൻ ക്വാർട്ടറിലും സെമിയിലും നിരാശപ്പെടുത്തുകയും ചെയ്തു. എങ്കിലും 6 ഗോളുകൾ ഈ ലോകകപ്പിൽ കെയ്ൻ അടിച്ചുകൂട്ടിയിരുന്നു. സ്പെയിന്റെ കൗമാര താരം ലമീൻ യമാലിനും സാധ്യത കൽപ്പിക്കുന്നവർ ഏറെയാണ്. 19 വയസ്സിനുള്ളിൽ തന്നെ ലോകകപ്പും യൂറോ കപ്പും ഉയർത്തിയിട്ടുണ്ട് യമാൽ. ഇത്തവണ സ്പെയിനെ ജേതാക്കളാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ബാഴ്സലോണയ്ക്കായി നിറഞ്ഞു കളിച്ച യമാൽ കറ്റലന്മാരെ ലാലിഗയിലും സ്പാനിഷ് സൂപ്പർ കപ്പിലും ജേതാക്കളാക്കുകയും ചെയ്തു. ലോകകപ്പിൽ 1 ഗോൾ മാത്രമാണ് നേടിയതെങ്കിലും യമാലിന്റെ ഇമ്പാക്ട് വളരെ വലുതായിരുന്നു. ബാഴ്സയ്ക്കായി 45 മത്സരങ്ങളിൽ നിന്ന് 24 ഗോളും 18 അസിസ്റ്റും സ്വന്തമാക്കി. ബാലൺ ഡിയോർ ഏറ്റവും അധികം കൈവശമുള്ള ലയണൽ മെസ്സി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആ പുരസ്കാരത്തിന് അവകാശം ഉന്നയിച്ചു വരികയാണ്. കഴിഞ്ഞ 19 ബാലൺ ഡിയോർ വിജയികളിൽ 4 പേർ മാത്രമാണ് ആ വർഷങ്ങളിൽ ചാമ്പ്യൻസ് ലീഗോ ലോകകപ്പോ യൂറോ കപ്പോ കോപ്പ അമേരിക്കയോ നേടാത്തവരായിട്ടുള്ളൂ. അതിൽ 3 മെസ്സി തന്നെയായിരുന്നു. ഇത്തവണ ലോകകപ്പ് ഫൈനലിൽ നിരാശപ്പെടുത്തിയെങ്കിലും അർജന്റീന ഫൈനൽ വരെ എത്തിയത് പലപ്പോഴും മെസ്സിയുടെ ഒറ്റയാൾ പ്രകടനം കൊണ്ടായിരുന്നു. ഹാട്രിക് ഉൾപ്പെടെ 8 ഗോളുകളും 4 അസിസ്റ്റുമാണ് ലോകകപ്പിൽ 39-കാരന്റെ സമ്പാദ്യം. 2007 വരെ യൂറോപ്പിന് പുറത്തുള്ള പ്രകടനങ്ങൾ ബാലൺ ഡിയോറിൽ പരിഗണിക്കാറില്ലായിരുന്നു. ലോകകപ്പിലെ പ്രകടനത്തിനു പുറമെ MLS-ൽ ഇന്റർ മയാമിക്കായി നടത്തിയ പ്രകടനങ്ങളും പരിശോധിച്ചാൽ മെസ്സി 9ാം വട്ടം ബാലൺ ഡിയോർ തൂക്കാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട്. MLS കപ്പിന് പുറമെ MLS മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ, MLS ഗോൾഡൻ ബൂട്ട് പുരസ്കാരങ്ങളെല്ലാം മെസ്സി സ്വന്തമാക്കിയിരുന്നു. ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ടിന്റെ ബലത്തിൽ ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയും ബാലൺ ഡിയോറിൽ കണ്ണുവെക്കുന്നുണ്ട്. 2 തവണ ഗോൾഡൻ ബൂട്ട് നേടുന്ന ആദ്യ താരമായും ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമായുമെല്ലാം എംബാപ്പെ ഈ ലോകകപ്പോടെ മാറിയിരുന്നു. എങ്കിലും ലോകകപ്പ് സെമിയിൽ സ്പെയിനോട് എംബാപ്പയുടെ ഫ്രാൻസിന് തോറ്റുമടങ്ങേണ്ടി വന്നു. ക്ലബ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡിനായി 42 ഗോളുകൾ അടിച്ചുകൂട്ടിയെങ്കിലും ഒരു കിരീടം പോലും നേടാൻ ടീമിനായില്ല. ഫ്രഞ്ച് ഫുട്ബോൾ മാസികയായ ഫ്രാൻസ് ഫുട്ബോളും യൂറോപ്യൻ ഫുട്ബോൾ ഭരണസമിതിയായ യുവേഫയും ചേർന്നാണ് ബാലൺ ഡിയോർ പുരസ്കാരം സമ്മാനിക്കുന്നത്. പോയ വർഷത്തെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ 30 അംഗ പട്ടിക പ്രസിദ്ധീകരിക്കും. അതിൽ നിന്ന് ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 100 സ്ഥാനങ്ങളിലെ രാജ്യങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ വോട്ടുകളാണ് വിജയിയെ തിരഞ്ഞെടുക്കുക. ഒക്ടോബർ 26-ന് ലണ്ടനിലാണ് ഇത്തവണത്തെ ബാലൺ ഡിയോർ ചടങ്ങ്. ആരാകും വിജയി? നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും.